ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരടിപൊളി ആന്ധ്ര സ്റ്റൈൽ തെലുഗു മാമിടിക്കായ പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പച്ചടിയെ വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ മാംഗോ പിക്കിൾ എന്ന് വേണമെങ്കിലും വിളിക്കാം. സാധാരണയായി ബ്രേക്ക്ഫാസ്റ്റായ ദോശ, ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് ഈ പച്ചടി ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ഈ പച്ചടി അച്ചാർ ഉണ്ടാക്കുന്നതിനായി നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കിലോ ശർക്കര ചീകിയെടുത്തത്, പച്ചമാങ്ങ തൊലി കളഞ്ഞ് 1.5 കിലോ ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇഞ്ചി 1/2 കിലോ, വെളുത്തുള്ളി 250 ഗ്രാം, ഉപ്പ് 200 ഗ്രാം, മുളക് പൊടി 150 ഗ്രാം, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 2 ടീസ്പൂൺ, ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ ഇത് 750 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് ഈ അച്ചാറിനായിട്ട് വേണ്ടി നമുക്ക് ഇൻഗ്രീഡിയൻസ്. ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചി നമ്മൾ അരച്ചെടുക്കുക കൂടെ ചെയ്യണം. അതിന് ശേഷം വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി ഇവിടെ തൊലി കളഞ്ഞിട്ടില്ല, ഓൾറെഡി കഴുകി സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം ഈ വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കുക. അതായത് നമ്മുടെ ഈ അച്ചാറിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ശർക്കര. അപ്പോൾ ശർക്കര നമുക്ക് അരയ്ക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള 3 ഐറ്റംസും നമ്മൾ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പൊടികൾ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഈ പറഞ്ഞ അതേ സെയിം മെഷർമെൻറ്റിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഈ അച്ചാറിൻ്റെ ഇത് ഇളക്കിയെടുക്കുക. അപ്പം ചിലർക്ക് കൈവച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചായാലും ഇളക്കിയെടുക്കുക. ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞതിന് നമ്മളിത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി നേരം അടിക്കേണ്ട, ഒരു പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് വട്ടം കറങ്ങി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ഒന്നുകൂടെ ചേർന്ന് വരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അച്ചാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരെയും കഴിക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പച്ചടിയാണ്. കാരണം ഇതിനകത്ത് ഇഞ്ചി ഉണ്ടെന്ന് വെച്ച് ഇഞ്ചിയുടെ എരിവ് അല്ലെങ്കിൽ ആ ഒരു കമർപ്പ് മുന്നോട്ട് നിൽക്കത്തില്ല. കാരണം ഇതിനകത്ത് മധുരമുണ്ട്, സ്വല്പം എരിയുണ്ട്, സ്വല്പം പുളിപ്പുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി എരിയായിട്ട് സാധാരണ ഇതിനകത്ത് എരിയില്ല. ഒരു വേള എരിയായിട്ട് തോന്നുകയാണെങ്കിൽ അതിലോട്ടൊരു സ്വല്പം ഒരു ചെറിയ ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ദോശ, ഇഡ്ഡലിയൊക്കെ കൊടുക്കാവുന്നതാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ സാമ്പാറും തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ ഓടിപ്പോയി എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ എണീച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു പച്ചടി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ സിസ്റ്റർ ആന്ധ്രയിലാണ് താമസിക്കുന്നത്. അവൾ എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളിലൊക്കെ നമുക്ക് ഈ പച്ചടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ കേടൊന്നും ആകത്തില്ല. കാരണം നമുക്കൊരു 2.5 കാരണം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ചേർത്തത് കൊണ്ട് ഈ ഒരു അച്ചാർ ഒരു 2.5 കിലോ 3 കിലോയോളം നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ അച്ചാർ ഈ ഉണ്ടാക്കിയ പച്ചടിയെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ കാണുന്നത് പോലെയാണ് വരുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിത് സാധാരണ പോലെ തന്നെ നമ്മൾ കടുക് താളിക്കണം. അപ്പം നമുക്ക് കടുക് താളിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു പാൻ വെക്കുക. പാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് നല്ലവണ്ണം ഒരു സ്വല്പം ബ്ലാക്ക് കളറൊക്കെ ആകുന്നിടം വരെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു, നമ്മൾ വടപ്പരിപ്പിടുന്നു, ഉഴുന്നുപരിപ്പിടുന്നു, പിന്നെ ഒരു സ്വല്പം വെളുത്തുള്ളി ഇടുന്നു, പിന്നെ ആണെങ്കിൽ കറിവേപ്പില ഇടുന്നു. ഇതെല്ലാം ഇട്ട് നമ്മൾ കുറച്ച് നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതിനെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നല്ല ഒരു മണമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെ സൺഫ്ലവർ ഓയിലൊക്കെ അല്ലേ. പക്ഷേ എൻ്റെ സിസ്റ്ററുടെ അവിടെയൊക്കെ ആണെങ്കിൽ അവർ ഒന്നിൽ കടുകിൻ്റെ എണ്ണ ഉപയോഗിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ കപ്പലണ്ടി എണ്ണ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മോസ്റ്റ് ഓഫ് ദി അച്ചാർ വരുന്നത് എൻ്റെ സിസ്റ്റർ എനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിതുപോലത്തെയൊക്കെ അച്ചാറുകൾ ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഒത്തിരി കൂട്ടാനൊന്നും നമുക്ക് ചില സമയത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക്
ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഓടി വന്ന് ജോലിയും കഴിഞ്ഞ് തെളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാം. അപ്പം ഇതൊന്ന് കടുകെല്ലാം ഒന്ന് പൊട്ടിത്തെറിച്ചൊന്ന് പരുവമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ താളിച്ച ഈ എണ്ണയെ ഈ അച്ചാറിലേക്ക് എടുത്ത് ഒഴിച്ച് അതിനെ ഇളക്കിയെടുക്കുക. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. നിങ്ങൾ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി വെച്ച് ഒന്ന് എടുത്ത് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ. അപ്പം എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കുക. വീഡിയോ ഞാൻ മാക്സിമം ഒരു 5-6 മിനിറ്റിലേക്ക് ഇത് ഒതുക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണണം. ഞാൻ എൻ്റെ സൈഡിലൊന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൊടുത്തിട്ട് ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.